നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബി.ജെ.പിയെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാക്കി മാറ്റിയത് രാമക്ഷേത്ര പ്രക്ഷോഭമാണ്. സംഘപരിവാർ ഗുണ്ടാ സംഘം ബാബറി മസ്ജിദ് തകർത്തു. ഒരു യുക്തിയുമില്ലാത്ത ഒരു സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തി. ഇപ്പോഴിതാ ആ രാമക്ഷേത്രം ചോർന്നൊലിക്കുകയാണ്. മോദി ഭരണത്തിന് കീഴിൽ നടക്കുന്ന ക്രമക്കേടുകളുടെ പ്രതീകമായി രാമക്ഷേത്രം മാറിയിരിക്കുന്നു. അയോധ്യയിൽ മഴ പെയ്തു. അതോടെ രാമന്റെ വിഗ്രഹം സ്ഥാപിച്ച കെട്ടിടത്തിന്റെ മേൽക്കൂര ചോരാൻ തുടങ്ങി. ചോർച്ചടയ്ക്കണം, അല്ലെങ്കിൽ മഴക്കാലത്ത് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ വരാനാകാത്ത അവസ്ഥയുണ്ടാകും. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ഭരണാധികാരികൾ അറിയപ്പെടുന്നത് വികസന പദ്ധതികളിലൂടെയാണ്. എന്നാൽ നരേന്ദ്രമോദി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലൂടെയാണ്. വിഷയം വിശ്വാസമല്ല, വിശ്വാസം ആളിക്കത്തിച്ചുള്ള വർഗീയതയാണ്. आज हमारे राम आ गए हैं. सदियों की प्रतीक्षा के बाद हमारे राम आ गए हैं. 1800 കോടി രൂപയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി ആകെ ചെലവഴിച്ചത്. പക്ഷേ ഏറെക്കാലം വീർപ്പൊഴുക്കി വാങ്ങിയ ഭൂമിയും നിർമ്മിച്ച കെട്ടിടങ്ങളുമെല്ലാം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി വിട്ടുകൊടുത്ത ഈ പാവങ്ങൾക്ക് ലഭിച്ചത് നക്കാപ്പിച്ച മാത്രം. यहाँ पर कम से कम अयोध्या में करोड़ों की मस्जिद है, लेकिन सब सड़क में चला जा रहा है. लेकिन सरकार को ये ध्यान में रखना चाहिए, थोड़ी सी सरकार में भी गलती होती है. अब हमारा मकान कम से कम ऐसा बनवाने में, यहाँ से वहाँ तक बनवाने में 60-70 लाख की लागत इस समय लगेगा. 60-70 लाख. लेकिन सरकार ने जिसका मकान तोड़ा है, हमको सरकार ने ज़मीन भी दिया और पैसा भी दिया, लेकिन पैसा हमको उतना नहीं मिला कि जितना हम अपने परिवार को जिला सकें और अपने मकान को परवरिश कर सकें. 1800 കോടി രൂപ മുടക്കി കെട്ടി ഉയർത്തിയ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ചോർച്ച. ക്ഷേത്ര നിർമ്മാണത്തിന്റെ കരാറുകൾ എല്ലാം ലഭിച്ചത് മോദിയുടെ വിശ്വസർക്ക്. ക്രമക്കേട് വ്യക്തമാണ്. പക്ഷേ ആർക്കുമെതിരെ കാര്യമായ നടപടി ഉണ്ടായില്ല. ചോദ്യം ചെയ്തവരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ചാലും ഒട്ടും അത്ഭുതമില്ല. മോദി की गारंटी है. ചോർച്ച രാമക്ഷേത്രത്തിൽ മാത്രമല്ല, മോദി ഉദ്ഘാടനം ചെയ്ത വൻ പദ്ധതികളിലും വൻ ചോർച്ചയാണ്. മോദിയുടെ ഏറ്റവും വലിയ വികസന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു മുംബൈയിലെ അടൽ സേതു കടൽപ്പാലം. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽപ്പാലത്തിനായി വിനിയോഗിച്ചത് 18,000 കോടി രൂപ. ഉദ്ഘാടനം നടന്ന 6 മാസങ്ങൾക്കകം പാലത്തിൽ നിറയെ വിള്ളലുകൾ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെ അടിയന്തരാവസ്ഥ കാലത്തെ കറുത്ത ദിനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ എല്ലാ ക്രൂരതകൾക്കും നേതൃത്വം നൽകിയത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിലെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്തവണ കോൺഗ്രസ് എംപിമാരെല്ലാം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന പറഞ്ഞ വലിയ തത്വങ്ങളെല്ലാം ഏത് രീതിയിലാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടതെന്ന് കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കുന്നതും നല്ലതാണ്. ജൂലൈ 25 അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ തൻ്റെ ഏകാധിപത്യത്തിന് കീഴിൽ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ച പീഡന ദിനങ്ങൾ. ചിലർ രാജാവിനേക്കാൾ വലിയ രാജഭക്തരായി മുട്ടിലെഴഞ്ഞപ്പോൾ ജനാധിപത്യ വിശ്വാസികൾ മരണഭയമില്ലാതെ തെരുവിലിറങ്ങി. 1.5 വർഷം ജയിലിൽ കിടന്നു. 1.5 വർഷം ആയിരുന്നു അതിൻ്റെ പീരീഡ്. ഞങ്ങളെല്ലാവരും അതാ KSYF-ലുള്ള സമയത്താണോ? അല്ല, ഞാൻ MLA ആയിരിക്കുന്ന സമയമാണത്. MLA ആയിരിക്കുന്ന സമയമാണ് അത്. KSYF ഒക്കെ ആയിട്ടുള്ള ആ പ്രായമാണ്. ആ പ്രായത്തിന് ചെറുപ്പത്തിൽ തന്നെ MLA. അതെ അതെ അതെ. അത് 71 70. ഇത് 75-ലാണല്ലോ അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യത്തെ ദിവസം തന്നെ അവർ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയായിരുന്നു. കൂത്തുപറമ്പ് MLA ആണ് ഞാനന്ന്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെളിച്ചം ഉണ്ടാവില്ല. അതിനകത്ത് വെളിച്ചമില്ല. പുറത്തെ വരാന്തയിലെ വെളിച്ചം കുറച്ച് അതിനകത്ത് അടിക്കും. പിന്നെ അവിടെ ഒരു പായയുണ്ട്. ആ പായയിട്ട് ഞാനവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അധികം താമസമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ സിവിൽ ഡ്രസ്സിലാണ് അവർ കടന്നു വന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അവർ കടന്നു വരുമ്പം തന്നെ ലോക്കപ്പിനകത്തേക്ക് ആരും വരേണ്ട കാര്യമില്ലല്ലോ. എന്നെ ലോക്കപ്പ് ചെയ്യലാണെങ്കിൽ അവിടെ ഞാൻ കടന്ന് ഉറങ്ങുകയല്ലേ വേണ്ടു. അപ്പോൾ ഈ വരുന്നത് ഉപദ്രവിക്കാനാണെന്ന് വ്യക്തം തന്നെ. അപ്പോൾ ഇവരിങ്ങ് കടന്ന് വരുമ്പം ഞാനങ്ങ് എഴുന്നേറ്റു. എന്താ പേരെന്ന് ചോദിച്ചു. പേര് വിജയൻ. എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ആ വിജയൻ എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഈ വന്നതിലൊരുത്തൻ എന്നെ തല്ലി. അപ്പം ഞാനിങ്ങനെ ഈ 2 കൈയും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോഴേക്ക് വേറൊരാൾ കൂടി കടന്നു. അല്ല, ഈ 2 പേരും തല്ലി ലേശം ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നിർത്ത്. അപ്പോൾ തല്ല് കൊണ്ടിട്ടൊന്നും ഞാൻ വീഴുന്നില്ല. അപ്പോൾ എന്താ ഇവൻ വീഴാത്തത്? ഞാൻ വീഴ്ത്താന്ന് പറഞ്ഞു ഇവൻ. അങ്ങനെ അവനൊരു പ്രഖ്യാപനത്തോടെ എന്നെ വീഴ്ത്താനാണ്. അപ്പോൾ എന്തോ പിടുത്തത്തിലൂടെ വീഴ്ത്തുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ശ്രമമാണ്. അങ്ങനെ വീഴ്ത്താനുള്ളൊരു ശ്രമം. അപ്പോൾ നമുക്കും വീഴൂല. അപ്പോൾ ഇവൻ വന്ന് എന്നെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടുന്ന് മാറി ഇപ്പുറം നിന്നു. ഞാൻ പറഞ്ഞു, നീ എന്ത് വീഴ്ത്താനടാ, നീ വീഴ്ത്തുന്നു. പിന്നെ പൂരം അതിഭയങ്കരമായ അടി. അടിയന്തരാവസ്ഥയുടെ അവസാന ഘട്ടത്തിലാണ് 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിനെ ജനങ്ങൾ തിരുത്തി. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖരെയെല്ലാം കൂട്ടത്തോടെ തോൽപ്പിച്ചു. പതിറ്റാണ്ടുകൾക്കിപ്പുറം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷം രാജ്യത്തുണ്ടായി. ഏകാധിപത്യം മാത്രമല്ല, മതാധിപത്യവും അടിച്ചേൽപ്പിക്കപ്പെട്ടു. (2024) ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ ആ വിജയം പരാജയതുല്യമായിരുന്നു. ജനവികാരം മോദിക്കെതിരാണ്. മോദിക്ക് പ്രതിരോധം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന അടിയന്തരാവസ്ഥയാണ്. कल 25 जून को
भारत के लोकतंत्र में जो काला धब्बा लगा था उसके 50 वर्ष हो रहे हैं. അടിയന്തരാവസ്ഥക്കാലത്ത് RSSന് ഇരട്ടമുഖമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ദേവരസ് ആയിരുന്നു RSSന്റെ സർസംഘചാലക്. ദേവരസിനെ ഇന്ദിരാഗാന്ധി ജയിലിലടച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് സവർക്കർ ഇന്ദിരാഗാന്ധിയോട് മാപ്പിരുന്നതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് ദേവരസ് ഇന്ദിരാഗാന്ധിയോട് മാപ്പിരുന്നു. 1975 ജൂൺ 15 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ജൂൺ 30 ഇന്ദിരാഗാന്ധി ദേവരസിനെ പൂനെയിലെ യർവാഡ ജയിലിലടച്ചു. ജയിൽവാസത്തിനിടെ ദേവരസ് ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് മാപ്പിരുന്നുകൊണ്ട് അയച്ചത് 9 കത്തുകൾ. അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് 1975 ഒക്ടോബർ 15 ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി. പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് ദേവരസ് ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു. RSSനെ നിരോധിച്ച നടപടി പിൻവലിക്കണമെന്ന് അപേക്ഷിക്കുന്നതായിരുന്നു അടുത്ത കത്ത്. അക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ ബീഹാറും ഗുജറാത്തും ഇളകിമറിയുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിൽ RSSന് യാതൊരു ബന്ധവുമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ദേവരസിന്റെ അടുത്ത കത്ത്. 1975 നവംബർ 10 അയച്ച കത്ത് ഒരു പടി കൂടി കടന്നു. ജയിലിൽ കിടക്കുന്ന RSSകാരെയെല്ലാം വിട്ടയച്ചാൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കാം എന്നതായിരുന്നു ദേവരസിന്റെ അഭ്യർത്ഥന. ഈ ചരിത്രം മറച്ചുപിടിച്ചാണ് മോദി അടിയന്തരാവസ്ഥ കാലത്തെ കറുത്ത ദിനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വശത്ത് ദേവരസിലൂടെ RSS ഇന്ദിരാഗാന്ധിയുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഒരു വിഭാഗം ജനസംഘ നേതാക്കൾ ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരായ ജനവികാരം ആളിക്കത്തിയ നാളുകൾ. ജനസംഘം ജനതാ പാർട്ടിയുടെ ഭാഗമായി. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ ജനസംഘം വിഭാഗം നേടിയത് 34 സീറ്റുകൾ. ജനസംഘ നേതാക്കളെ ജയിലിലടച്ച ഇന്ദിരാഗാന്ധി ചിലർക്ക് ഭാരതമാതാവാണ്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. संविधान की रक्षा हम करेंगे, हमारी कॉन्स्टिट्यूशन लॉन्ग लिव, लॉन्ग लिव, लॉन्ग लिव. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെയും ചെറിയച്ഛൻ സഞ്ജയ് ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ചവിട്ടിയരച്ചത് ഈ ഭരണഘടനയായിരുന്നു. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ അടിസ്ഥാന തത്വം വിസ്മരിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഗുണ്ടാ സംഘങ്ങൾക്ക് ബാബറി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു സർക്കാർ ഒത്താശ ചെയ്തത്. കോൺഗ്രസ് എംപിമാർ ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് കുറ്റബോധത്തോടെയാണ്. संविधान का तोड़ना बंद करो, बंद करो, बंद करो. नरेंद्र मोदी का तानाशाही नहीं चलेगा, नहीं चलेगा, नहीं चलेगा. കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുണ്ടായ തൂൾകുടിയേറ്റങ്ങൾ കേരളത്തിലെ പല പ്രദേശങ്ങളെയും സമ്പന്നമാക്കുകയുണ്ടായി. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള തൂൾകുടിയേറ്റങ്ങളും പല ഗ്രാമങ്ങളെയും സമ്പന്നമാക്കുന്നു. ബംഗാളിലെ ജാലങ്കി എന്ന ഗ്രാമത്തിലേക്ക് പോവാം. തൂൾകുടിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക പുരോഗതി എന്തെന്ന് ആ ഗ്രാമത്തിലൂടെ മനസ്സിലാക്കാം. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിരുന്നു ബംഗാളിൻ്റേത്. കൃഷി ആദായകരമല്ലാതായി. ബംഗാളിനെ കാത്തിരിക്കുന്നത് തൊഴിലില്ലായ്മയുടെ കാലമാണെന്ന് തിരിച്ചറിയാഞ്ഞിട്ടല്ല. സംസ്ഥാനം ഭരിച്ചിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ, നന്ദിഗ്രാം തുടങ്ങിയ വൻ വ്യവസായ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷം അക്രമസമരങ്ങളിലൂടെ എല്ലാം തകർത്തു. ബംഗാൾ മാറി. ആ മാറ്റം ഇന്നത്തെ ബംഗാളിന്റെ തെരുവുകളിൽ കാണാം. इधर काम नहीं है? नहीं, क्या क्या है इधर? क्या काम थोड़ा कम ना इधर थोड़ा काम। थोड़ा काम। कितना पैसा मिलता है आप लोगों के एक दिन एक काम करने के बाद? काम करने के वो कितना मिलेगा? हाँ, कितना मिलेगा? 265 रुपया मिलेगा। 205? हाँ। बहुत कम है। हाँ, कैसा इतना? हाँ, वो कैसे खाना जीतेगा? देगा ना, खाना देगा। गाना दिएगा? हाँ, एक महीने में कितना दिन मिलता है? वो 15-20 दिन। 15-20। हाँ, ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളുണ്ട്. എന്നാൽ ആ പദ്ധതികളിൽ മിക്കവയും കടലാസുകളിൽ മാത്രമായി ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഗ്രാമത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ നിലവിലില്ല. പകലന്തിയോളം പണിയെടുത്താലും ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ കൂലിയാണ്. അതുകൊണ്ടാണ് ജനസംഖ്യയിലെ നല്ലൊരു വിഭാഗം തൊഴിൽ തേടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഷാലിമാർ എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിലെ ഏറെക്കുറെ എല്ലാവരുടെയും ലക്ഷ്യം കേരളമാണ്. എല്ലാവരും അതിഥി തൊഴിലാളികൾ. इधर काम नहीं है? इधर काम नहीं, बाहर ज्यादा काम के लिए। कलकत्ता में ज्यादा पैसा नहीं मिलता है? कितना एक दिन कितना मिलता है? 70 रुपये से कोई मिलता है। उधर कितना मिलता है केरला में? 1000 रुपये मिलता है। 1000 रुपये मिलता 1000 रुपये। इधर कहाँ में घर? घर हाँ, मिदनापुर। मिदनापुर में। उधर काम नहीं है? अच्छा। अभी काम नहीं। क्यों? अभी बारिश हो गया तो काम हो गया, बारिश नहीं तो काम नहीं। ये गर्मी के समय काम नहीं है? ज्यादा गर्मी काम ही नहीं। काम ही नहीं। काम नहीं, क्यों? हम ये गेती अच्छी ना ये है? कुछ काम नहीं है। मैंने खेत के आबाद नहीं, वो बारिश नहीं तो ज़्यादा प्रॉब्लम, गर्मी से ज़्यादा प्रॉब्लम। गरीबी मानुष है ना, खाना नहीं पाएगा। ജാലങ്കി എന്ന ഈ ഗ്രാമം ഇന്ത്യയിലാണ്. എന്നാൽ നദിക്കപ്പുറത്തുള്ള പ്രദേശം ബംഗ്ലാദേശാണ്. ഈ ജാലങ്കി എന്ന ഗ്രാമത്തിന് ഏറെ സവിശേഷതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ഈ ഗ്രാമം ഇന്ന് പശ്ചിമ ബംഗാളിൽ അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ കേരളം എന്ന പേരിലാണ്. കേരളീയർക്ക് എങ്ങനെയാണ് ഗൾഫ്, അതുപോലെയാണ് ജാലങ്കിക്കാർക്ക് കേരളം. എല്ലാ വീടുകളിലും ഒരാളെങ്കിലും അതിഥി തൊഴിലാളികളായി കേരളത്തിലുണ്ട്. അവരുടെ സമ്പാദ്യമാണ് ജാലങ്കി എന്ന ഗ്രാമത്തെ പുനഃസൃഷ്ടിച്ചത്. അവിടെ എത്ര രൂപ കിട്ടിയിരുന്നു ഒരു ദിവസം? ഒരു ദിവസം 1000 രൂപ. 1000 രൂപ കിട്ടി. ഇവിടെ ഒരു ദിവസം എത്ര കിട്ടും? ഇവിടെ 400 രൂപ. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വീട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ബിസിനസ് തുടങ്ങുക അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് ബിസിനസ്, ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. റോണി എന്ന അതിഥി തൊഴിലാളി കാക്കനാട് ഒരു ഹോട്ടലിലാണ് പണിയെടുത്തിരുന്നത്. അവിടെ ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടുമായിരുന്നു. കുറേ കാലം അവിടെ പണിയെടുത്തതിന് ശേഷം റോണി ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഇപ്പോൾ ഇതാ റോണി സ്വന്തമായി ഒരു ചെറിയ ഇതേപോലൊരു കട ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അങ്ങനെയാണ് റോണി ഇപ്പോൾ ജീവിക്കുന്നത്. जॉब क्रिएशन ज़्यादा अच्छा था इधर पहले फर्स्ट. अभी जॉब क्रिएशन नहीं, डेवलपमेंट नहीं,
वो माइग्रेंट वर्कर केरला मुंबई ये स्टेट में जाते हैं। इधर कोई नया कोई मतलब अभी वो सिंगूर नंदीग्राम है ना, उधर टाटा का नया फैक्ट्री खोलने के लिए वेस्ट बंगाल का सरकार वामफ्रंट सरकार मतलब CPIM ज़्यादा ट्राई किया, लेकिन ममता बनर्जी वो नहीं होने के लिए दिया। इधर ये ऐसा प्रॉब्लम है, इधर ये काम नहीं है इधर। ഈ ഗ്രാമത്തിലെത്തിയാൽ ഈ കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ എല്ലാം തന്നെ യാത്ര എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതാ ഈ ബോർഡൊന്ന് നോക്കാം. ഇത് ജാലങ്കിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ബസ് സർവീസിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ അതിഥി തൊഴിലാളികൾക്കെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് ഈ ഗ്രാമത്തിലെ പല സ്ഥലത്തും പതിപ്പിച്ചതായി കാണാൻ സാധിക്കും. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. ഇത്തവണ ലോക്സഭാംഗമായ ഏക കർഷക നേതാവാണ് സിക്കറിൽ നിന്നുമുള്ള CPIM MP അമ്രാറാം. ജയ് കിസാൻ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചാണ് അമ്രാറാം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. मैं अमराराम जो लोकसभा का सदस्य निर्वाचित हुआ हूँ,